ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 70. അതും നാം തന്നെ ചെയ്തു കൊള്ളാം. ഭാഗം 70. അതും നാം തന്നെ ചെയ്തു കൊള്ളാം ഇവിടെ ആരംഭിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും കോവളത്തേക്കുള്ള പാത കടന്നു പോകുന്ന ഒരു സ്ഥലമാണ് വാഴമുട്ടം. അവിടെ അറബിക്കടലിന് അഭിമുഖമായി ഒരു ക്ഷേത്ര സമുച്ചയാകൃതിയിൽ നിലകൊള്ളുന്ന വലിയൊരു പാറക്കെട്ട് ഉണ്ട്. ഒരു കുന്നിന് മേലെ എന്ന പോലെ കാണപ്പെടുന്ന ആ പാറക്കെട്ട് കുന്നുംപാറ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അവിടെ ഭൂതപ്രേത പിശാചുക്കളെ തങ്ങളുടെ ആരാധനാമൂർത്തികളായി കുടിയിരുത്തി ജനങ്ങൾ ആരാധിച്ചു പോന്നിരുന്നു. ധാരാളം ആടുമാടുകളെയും കോഴികളെയും യാതൊരു ദയവും കൂടാതെ കഴുത്തുവെട്ടി അവയുടെ ചുടുരക്തം കൊണ്ട് ആ മൂർത്തികളെ അഭിഷേകം ചെയ്യുന്ന അപരിഷ്കൃതമായ പൂജകളാണ് അവിടെ നിലനിന്നിരുന്നത്. ഒരിക്കൽ അവിടുത്തെ ജനങ്ങൾക്കാകെ ദേഹമാസകലം വ്രണങ്ങൾ വന്ന് വിരൂപമായി തീരുന്ന പറങ്കിപ്പുണ്ണ് എന്നൊരു രോഗം പിടിപെടുകയുണ്ടായി. ആ തീരാവ്യാധിയിൽ വ്യഥപൂണ്ട ജനങ്ങൾ ഒരു ദിവസം കുന്നുംപാറയിൽ വിശ്രമിക്കുകയായിരുന്ന ഗുരുദേവന്റെ അടുക്കലെത്തി തങ്ങളുടെ സങ്കടങ്ങൾ ഉണർത്തിച്ചു. അവിടെ കുടിയിരുത്തിയിരിക്കുന്ന ഭൂതപ്രേത പിശാചുക്കളെയെല്ലാം ഉടൻ നീക്കം ചെയ്യണമെന്നും ജന്തുക്കളെ ബലി കഴിക്കുന്ന അപരിഷ്കൃതമായ പൂജാ സമ്പ്രദായങ്ങൾ നിർത്തൽ ചെയ്യണമെന്നും ഗുരുദേവൻ കൽപ്പിച്ചു. അപ്പോൾ ചില പ്രമാണിമാർ ഭയപ്പെട്ടും സങ്കടപ്പെട്ടും കൊണ്ട് ചോദിച്ചു, ഈ ഉഗ്രമൂർത്തികളെ ആരെക്കൊണ്ട് മാറ്റാൻ സാധിക്കും സ്വാമി? അതും നാം തന്നെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞ് ഗുരുദേവൻ അവരെ സമാധാനിപ്പിച്ചു. താമസിയാതെ കുന്നുംപാറയിൽ ഒരു ക്ഷേത്രം ഉയർന്നു വന്നു. 1896 ഡിസംബർ 2-ാം തീയതി അവിടെ ഗുരുദേവൻ എഴുന്നള്ളുകയും ദുർദേവതകളെയൊക്കെ നീക്കി ശ്രീ സുബ്രഹ്മണ്യ ഭഗവാന്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എന്നാൽ ക്ഷേത്ര ആവശ്യത്തിന് പോലുമുള്ള ജലം കിട്ടായികയാൽ ക്ഷേത്ര നടത്തിപ്പ് വളരെ പ്രയാസത്തിലായി തീർന്നു. ഭാരവാഹികൾ നന്നേ വിഷമിച്ചു. അവർ ഗുരുദേവനോട് തന്നെ ആ സങ്കടം തുറന്നു പറഞ്ഞു. ഗുരുദേവൻ വീണ്ടും കുന്നുംപാറയിലെത്തി ആ പാറപ്രദേശമാകെയൊന്ന് നിരീക്ഷിച്ച ശേഷം ഒരു പ്രത്യേക സ്ഥാനം ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, ഇവിടുത്തെ പാറ പൊട്ടിച്ചാൽ ജലത്തിന് മേലാൽ ക്ഷാമമുണ്ടാവുകയില്ല. പിന്നെ ഒട്ടും വൈകിയില്ല. ഗുരു കണ്ടെത്തിയ സ്ഥാനത്തെ പാറ ഒരു കിണറിൻ്റെ ആകൃതിയിൽ പൊട്ടിച്ചു. ഒരാളിൻ്റെ താഴ്ച എത്തും മുമ്പ് തന്നെ അവിടെ വെള്ളം കണ്ടു. ഒരു വലിയ നീരുറവയിൽ നിന്നും ധാരാളം ജലം ഊറിയിറങ്ങി ക്രമേണ ഒരു ജലസംഭരണിയായി അവിടം രൂപപ്പെട്ടു. ഗുരുദേവന്റെ ആജ്ഞപ്രകാരമുള്ള പൂജാ സമ്പ്രദായങ്ങൾ ക്ഷേത്രത്തിൽ നിലവിൽ വന്നതോടെ ജനങ്ങൾ ശാന്തരും സന്തുഷ്ടരുമായി തീർന്നു. അവരുടെ ജീവിതത്തിൽ ശുദ്ധിയും വെടിപ്പുമുണ്ടായി. അതോടെ മാറാരോഗമായി നിന്നിരുന്ന പറങ്കിപ്പുണ്ണിൻ്റെ പിടിയിൽ നിന്നും അവർ ക്രമേണ വിമുക്തരായി. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവാ, തവ തിരുപാദം ശരണം തേടുന്നടിയങ്ങൾ ഞങ്ങൾ. പെരുകിയ വേദന അറുതി വരുത്താൻ അവിടുന്ന അവതാരം, ചെറിയൊരു കുടിലിൽ ഉദയം ചെയ്തൊരു ചതയപ്പൊൻതാരം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 70. അതും നാം തന്നെ ചെയ്തു കൊള്ളാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.